ഇതൊരു പ്രത്യേക കറിയാ, വെരി ടേസ്റ്റി. പുള്ളിക്കാരി ഉണ്ടാക്കിയതാ. അപ്പൊ അതെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ സ്വാദിഷ്ടമായ ബീറ്റ്റൂട്ട് തൊടുകറി. ഇതേ പിന്നെ അമ്മ എടുക്കാതിരിക്കുന്ന വിഷയമുണ്ടോ? ഇതിൽ അരക്കണ ഇത് അതാ വഴറ്റി കഴിഞ്ഞു. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ പുളിയൊക്കെ ചേർത്ത് ഞാൻ പെട്ടെന്ന് ചീരയാന്ന് വിചാരിച്ചത്. ബീറ്റ്റൂട്ടാ, ഒരു മുഴുത്ത ബീറ്റ്റൂട്ടാട്ടോ. ഞാൻ ഒന്ന് കൊത്തിയരിഞ്ഞതാട്ടോ. അത് നമുക്കൊന്ന് വഴറ്റാനുണ്ട്. അത് വഴറ്റുന്നതിന് മുമ്പ് ഇത് കറിവേപ്പില മീതെ പിച്ചിക്കറി ഇട്ടേക്കണതാ. ദേ വെളുത്തുള്ളി, ഇഞ്ചി കണ്ടു. പച്ചമുളക് ദേ കുനുകുനൂന്ന് അരിഞ്ഞിട്ടുണ്ട്. ദേ പച്ചമുളക് ഞങ്ങൾ അധികം ചേർത്തിട്ടില്ല. പച്ചമുളക് കൂടുതൽ ചേർക്കണമെന്നുള്ളവർക്ക് അത് ചേർക്കാം. പിന്നെ ദേ പതിവ് വേപ്പിലയാ. അപ്പൊ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കണത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടെ ഒന്ന് പച്ചക്കുത്ത് മാറ്റാനായിട്ട് ഒന്നൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ജസ്റ്റ് കുറച്ചൊന്ന് വഴറ്റി വെച്ച് ബീറ്റ്റൂട്ട് ചേർത്താൽ മതി. ഇതൊരു പ്രത്യേക കറിയാ. നമ്മുടെ ശൈല പറഞ്ഞു സുനിലിന്റെ, നമ്മുടെ നെയ്ബർ, പുള്ളിക്കാരി എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു. വെരി ടേസ്റ്റി. പുള്ളിക്കാരി ഉണ്ടാക്കിയതാ, വളരെ നല്ലതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ശൈല എന്ന് പറഞ്ഞു. അപ്പൊ മെതേഡൊക്കെ പറഞ്ഞു തന്നു. എന്നാ നമുക്ക് ചെയ്യാന്ന് ഓർത്ത് ഞാൻ ആ പരിപാടിയിലേക്ക് നോക്കിയതാ. ബീട്രൂട്ട് പൊതുവെ കഴിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു, എന്നെ സംബന്ധിച്ചില്ലേ ബീറ്റ്റൂട്ടിനെ എന്റെ സ്വഭാവമല്ല, എന്റെ ലാംഗ്വേജ് വെച്ച് പറയുവാണെങ്കിൽ ബീറ്റ്റൂട്ടിനൊരു മക്കുണ്ട്. ക്യാരറ്റും ബീറ്റ്റൂട്ടും കൂടി ആണെങ്കിൽ കുഴപ്പമില്ല, അതങ്ങനെ ന്യൂട്രലൈസ് ചെയ്ത് പോവുക. ഇതിപ്പോ ബീറ്റ്റൂട്ട് തന്നെയാകുമ്പോ ശൈലി അങ്ങനെ ഉണ്ടാക്കി ഞാനത് കഴിച്ചത് വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പൊ വാളംപുളി സിറപ്പ് ചേർക്കണ്ടതില്. അപ്പൊ അതങ്ങ് എനിക്ക് തോന്നുന്നത് അത് അതിലേക്ക് അങ്ങനെ ലയിച്ച് ചേരുമ്പോ ആ ടേസ്റ്റിന്റെ മാറ്റം വന്നതായിരിക്കും. ഒട്ടും ബീറ്റ്റൂട്ടാന്ന് പറയൂല. ഞാൻ എന്നിട്ട് കുറെ ആലോചിച്ച് വെച്ച് പറഞ്ഞു. ഞാൻ വേറെ പലതും ആദ്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാ പറയാൻ പറ്റിയത്. അപ്പേ ദേ ഒന്ന് പച്ചക്കുത്ത് മാറിയിട്ടുണ്ട്. ദേ ഇതാ ബീറ്റ്റൂട്ടാ. ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് വഴരണം കേട്ടോ. വഴന്നിട്ട് തണുത്തതിന് ശേഷം മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്യണം. വഴറ്റിയെടുക്കാം നമുക്ക്. ഇച്ചിരി മഞ്ഞപ്പൊടി പൊടിക്കുക. പിന്നെ പിരിയമുളക് പൊടി ആട്ടോ ഞാൻ ചേർത്തേക്കണത്, പിരിയമുളക് പൊടി. പിന്നെ നമുക്കേ ഇച്ചിരി ഉപ്പ് ചേർക്കാം, ഉപ്പ്. പിന്നെ നമുക്ക് പുളിയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. അതെ, നീ പച്ചക്കുത്തൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിടണം. ഓഫ് ചെയ്തിട്ടേച്ച് തണുക്കാൻ അനുവദിക്കണം. തണുത്തതിന് ശേഷമാണ് ബാക്കി പരിപാടി. തണുത്തതിന് ശേഷം മിക്സിയിൽ കറക്കണം, പിന്നെ ബാക്കി പരിപാടി. പിന്നെ വലിയ മിക്സിങ് ഇല്ല. പിന്നെ ഉലുവാപ്പൊടിയും കായപ്പൊടിയൊക്കെ ഇച്ചിരി ചേർത്താൽ മതി. കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. ആ സമയത്ത് ഒരു കുൽഫി കഴിക്കാം. അതൊക്കെ കഴിച്ചു. ഇത് തണുക്കാൻ അനുവദിക്കണ സമയത്തല്ലേ അത് കഴിച്ചോ. തണുക്കാൻ നമ്മൾ അനുവദിക്കണ്ട, വെറുതെ വെച്ചിട്ട്. അതെ 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 അതെ, ഞാൻ അനുവദിക്കണോന്ന് പറഞ്ഞ തണുത്ത് കഴിഞ്ഞിട്ട് മിക്സി കറക്കണ കാര്യാട്ടോ ഉദ്ദേശിച്ചത്, വേറെ ഒന്നും അല്ല. ഓക്കെ, ഇത്രയും വഴന്നു കഴിഞ്ഞപ്പോ ഞാനതങ്ങ് ഓഫ് ചെയ്തു കേട്ടോ. പൊടികളൊക്കെ ചേർന്ന് പച്ചക്കുത്തൊക്കെ മാറി. ഇനി നമുക്ക് തണുക്കാനായിട്ട് അനുവദിക്കാം. നീ പറഞ്ഞ പോലെ അനുവദിക്കേണ്ട, അവിടെ ഇരുന്ന് തണുത്തോട്ടെ. അനുവദിച്ചില്ലേലും അവര് തണുത്തോളും. അന്നേരത്തേക്കും വേറെ എന്തെങ്കിലും ആക്ടിവിറ്റികളൊക്കെ ചെയ്യാനുള്ളവർക്ക് ചെയ്യാം. നമ്മുടെ അനുവാദമൊന്നും വേണ്ട. ഞാൻ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. ആദ്യത്തെ പനിയാരം കുക്കിങ്ങിന്റെ ഫ്രൈഡ് ഡൽഹിയുടെ അതൊക്കെ കഴുകട്ടെ കേട്ടോ. പിന്നെ വേറെ പരിപാടികളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ ആ സമയത്ത് വേഗം പോയിട്ട് നമ്മുടെ കുൽഫി സെറ്റായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. കുൽഫി നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ അത് എടുത്തിട്ട് എക്സൈറ്റ്മെൻറ്റിൽ കഴിക്കുകയാണ്. നല്ല രുചിയായിരുന്നു കേട്ടോ, നല്ല റിച്ച് ടേസ്റ്റ് ആയിരുന്നു. നല്ല രസമില്ലേ? അപ്പൊ ശരിക്കും തണുത്തോ. നീ ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ, പൾസില. എന്നിട്ട് വീണ്ടും ഒന്നോടെ ഒന്ന് വഴറ്റി വെച്ച് ഈ വാളംപുളി സിറപ്പ് ചേർക്കണം നമുക്ക്. സിറപ്പെന്ന് വെച്ചാ വാളംപുളി വെള്ളത്തിലിട്ടേച്ച് ആ കുറുകിയ ഇതെങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ കുറുകിയ, അതറിയാലേ പുളിയിഞ്ചിക്കൊക്കെ ചേർക്കൂലേ അതുപോലെ. ഞാൻ പുള്ളിക്കാരി പറഞ്ഞ മെത്തേഡ് അനുസരിച്ചാട്ടോ ചെയ്യണം. എനിക്കറിയില്ല ഇതെങ്ങനെയാന്നുള്ളത്, ഞാൻ കണ്ടിട്ടുമില്ല ചെയ്യണ രീതി. പുള്ളിക്കാരി ഉണ്ടാക്കിയത് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു. അപ്പൊ ഇഷ്ടാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ചേട്ടന് മോക്കൊക്കെ കൊടുക്കാൻ പറഞ്ഞ ആ ഡെപ്പയോട് കൂടി എടുത്തു വന്നപ്പോ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഉണ്ടാക്കട്ടെ വീട്ടിലാ. ശൈലപ്പ ആദ്യമായിട്ട് അവിടെ ഉണ്ടാക്കിയത് ശൈലയുടെ വീട്ടിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വന്നതാ. ഇപ്പൊ ഉണ്ടാക്കണോട്ടോ ചേച്ചി എന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും ഉണ്ടാക്കൂന്ന് പറഞ്ഞു. ചേച്ചിക്ക് മേലായി ഒന്നും വന്നില്ലെങ്കിൽ ഇപ്പൊ പൾസ് മോഡലിൽ ഇട്ടുകൊണ്ട് വരട്ടെ. ഇതിൽ നിറച്ചുണ്ട്. അപ്പൊ ഇത് വെള്ളമൊന്നും ചേർക്കരുത്. പൾസ് മോഡലിൽ ഒന്ന് കറക്കിയാൽ മതി. കറക്കിക്കൊണ്ട് വരാം. മോഡൽ പറയാം.
പൾസ് മോഡിലിട്ട് പൾസ് മോഡിലിട്ട് ഇത് ചെയ്തു. ഇനിയും 2 തരി കടുകും 2 തരി ഉലുവ ഇട്ടിട്ടുണ്ട്. ഒന്ന് പൊട്ടട്ടെ കേട്ടോ. അതൊന്ന് കാണിച്ച് എന്തോരം അരഞ്ഞൂന്നറിയാം. അല്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. അതെ 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 ആ രീതിയിലായി കിട്ടണം. ഇത് തൊടുകറിയായിട്ട് വെക്കാൻ നല്ലതല്ലേ? തൊടുകറിയാണിത്. ഇഞ്ചിപ്പുളിയൊക്കെ അതാ ഞാൻ പറഞ്ഞേ. പുളിയിഞ്ചി നമ്മൾ ഓണത്തിനും അല്ലാതെ ഉണ്ടാക്കാലോ പുളിയിഞ്ചി. പുളിയിഞ്ചി ഇത് ഉണ്ടാക്കാൻ എളുപ്പല്ലേ? എളുപ്പം. പുളി പിഴിയണമെന്നുള്ളൂ, അല്ലെങ്കിൽ വിനാഗിരി ചേർക്കാം. ഇനിയിപ്പോ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന പലതും മറന്നു പോട്ട് ഇത് ചെയ്യാത്തതുകൊണ്ട് ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർക്കാൻ്റെ ഇതില്. കായപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്നാ പറഞ്ഞു. നമുക്ക് ഉലുവാപ്പൊടി ചേർക്കാം. ഏതായാലും പുള്ളിക്കാരി അത് ചേർത്തിട്ടില്ലെന്നാ പറഞ്ഞേ. അതിപ്പോ പിക്കിളൊരു രൂപത്തിലായിരിക്കൂലേ അതന്നേരം. നമുക്ക് ഈ പുളിവെള്ളം ഇല്ലേ ഇതിലേക്ക് ഒഴിച്ചേച്ച് നമുക്ക് പുളിവെള്ളം ഇതിലേക്ക് ഇറക്കാം. ഇതിൽ എന്നാണെങ്കിലും ഇച്ചിരി ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുമല്ലോ, അത് ഇതാക്കേണ്ട കാര്യമില്ലല്ലോ. ഒന്ന് ഇതാവട്ടെ കേട്ടോ. വഴന്ന കാര്യം ഒന്ന് വഴറ്റിയതാണ്, എന്നാലും അരഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നോടെ ഒന്ന് വഴരട്ടെ കേട്ടോ. വ്യത്യാസമുണ്ട്. പക്ഷെ ഇനി നമുക്ക് പുളിച്ചിറപ്പ് ഇത് മതിയാവൂല. ഞാൻ ഇതിലേക്കങ്ങ് ഇത് ചേർത്ത് ഇതിലേക്ക് ഒഴിക്കണത് എന്നാന്ന് വെച്ചാൽ ഇതിലെ സത്ത് കിട്ടാൻ. അതൊക്കെ അടുക്കളയിലെ ചെറിയ ചെറിയ നുറുങ്ങുകളാട്ടോ. എല്ലാ മനുഷ്യരും അരപ്പൊക്കെ കഴിയുമ്പോൾ മിക്സിയൊക്കെ കഴുകി എടുക്കൂല. അതുപോലെ ഞാൻ പുളിവെള്ളം ഒഴിച്ചങ്ങ് ഇത് ചെയ്തേ ഉള്ളൂ. ഈ ബീറ്റ്റൂട്ടിന്റെ പരിപാടി ആയതുകൊണ്ടേ കൈ നിറച്ച് ആ കളറായി. ശരിയാ. പുളി ഇച്ചിരി ചേർത്തു. പുളി ഇച്ചിരി ചേർക്കണം. ഇച്ചിരി ഉപ്പും വേണം കേട്ടോ. ഇച്ചിരി ഉപ്പും വേണം. പുളി സിറപ്പാ, കുറിയ സിറപ്പ്. ഉപ്പ് കുറവുണ്ട്, നല്ല കുറവുണ്ട്. ഉപ്പ് ചേർക്കാം നമുക്ക്. ഇച്ചിരി ഉലുവാപ്പൊടി. ഞാൻ കായപ്പൊടി ചേർക്കണില്ല കേട്ടോ. നമുക്കേ അത് കഴിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ആക്കി വെച്ച് ഇച്ചിരി എണ്ണ മൂപ്പിച്ച് മീതെ ഒഴിക്കണം. വെളിച്ചെണ്ണയാണ് നമ്മൾ മൂപ്പിച്ച് ഒഴിക്കണത്. കേടാകാതെയൊക്കെ ഇരിക്കുവാണെങ്കിൽ വാളംപുളി സിറപ്പിന് പകരം വിനീഗർ ഒഴിക്കുക, പിന്നെ നല്ലെണ്ണയും ചേർക്കുക കേട്ടോ. ഇപ്പം നമുക്കിപ്പോൾ ഇന്നും നാളെയും കൊണ്ട് പരിപാടി തീരും. ഈ തൊടികറി പോലെ വെക്കാനേ പ്ലേറ്റിൻ്റെ അരിയിൽ, അല്ലാണ്ട് ഇങ്ങനെ തോരനോ ഇതുപോലെ കഴിക്കാനുള്ളതല്ല കേട്ടോ. ഇതറിയാലോ കണ്ട. നല്ല കറിയാ. ഇപ്പൊ നമ്മളിതേ തയ്യാറാക്കി. പിന്നെ നമുക്ക് ബൗളിലേക്ക് മാറ്റാം. അതിലാണ് ഹൈലൈറ്റ്. മറ്റു വെളുത്ത ബൗളൊക്കെ ആണെങ്കിൽ കളർ പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇരിക്കുന്നത് കൊണ്ടാട്ടോ ഈ ബൗളിലേക്ക് മാറ്റിയത്. ഇതിൽ പിന്നെ അത്രയും പിടിക്കില്ല. ഗ്ലാസ് ആയതുകൊണ്ട് പിടിക്കില്ല. തൊടുകറിയാ. ഒരു പ്ലേറ്റിൽ ഇങ്ങനെ വെക്കാം. മറ്റു കറികൾ വേണം. ഈ പിക്കിളിന്റെ വേറൊരു മോഡൽ അല്ലേ? പിക്കിളല്ല എന്ന് മാത്രം. ഇത് അരച്ച പിക്കിള്. അതെ, അരച്ച പിക്കിള്. ശരിയാ. അത് വേപ്പിലിടാടി. ഇച്ചിരി വേപ്പിലിട്ടോ. അത് ഇപ്പൊ കരിയൂട്ടോ. എന്നാ ഇടണ്ട. ഉലുവയും കടുകും കൂടെ പൊട്ടിട്ടോ. വേപ്പിലിടാന്ന് ഓർത്തപ്പോഴത്തേക്ക് ഇത് കരിഞ്ഞു തുടങ്ങും. അതുകൊണ്ട് ഇനി അത് ഇടണില്ല. ഇങ്ങോട്ട് കൊണ്ടുവരതേ. ഇതിലേക്ക് ഇട്ടേച്ച് നമുക്കൊന്ന് ഇളക്കാം. ഇട്ടോ ഇട്ടിട്ട് എങ്ങനെ ഇളക്കുക? കാണിച്ചു തരാം. എങ്ങനെ ഇളക്കണേന്ന് ചോദിച്ചില്ലേ? പാത്രം നിറഞ്ഞായിരിക്കണമെങ്കിൽ നമുക്കൊന്ന് മിക്സിങ് വേണ്ട എണ്ണ. അതുകൊണ്ടാ. നല്ലതാട്ടോ ഒരു തൊട്ട് കൂട്ടാൻ അല്ലേ? അതെ, തൊട്ട് കൂട്ടാൻ നല്ലതാ. ഇരുന്ന് പുളി ഇറങ്ങും. അപ്പൊ നമുക്ക് അന്നേരം എടുക്കാം. ഓക്കെ, ഇരിക്കുമ്പോ പറയാം. അത് തീർച്ചയായിട്ടും പറയാം. ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ സ്വാദിഷ്ടമായ ബീറ്റ്റൂട്ട് പിക്കിൾ എന്ന് പറയണമെങ്കിൽ പിക്കിൾ എന്ന് പറയാം. ബീറ്റ്റൂട്ട് തൊടുകറി ആ പേരിലാണ് ഞങ്ങൾ പറഞ്ഞത് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പുളിയൊക്കെ ശരിക്ക് പിടിച്ചു. നല്ല രുചിയാ. വളരെ നന്നായി. ഈ റെസിപ്പി പറഞ്ഞു തന്ന് ഇത് ടേസ്റ്റ് ചെയ്യാൻ തന്ന ഷൈലയ്ക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ ഒരു താങ്ക്സ് കൊടുക്കുവാണ്. വീഡിയോയിലൂടെ കൊടുക്കേണ്ട കാര്യമില്ല, ഞാൻ കാണുന്ന ആളാണ്. ഓക്കെ, ഇനി കഴിക്കാം. പിന്നെ അമ്മ എടുക്കാതിരിക്കുന്ന വിഷയമുണ്ടോ ഇതാ? ഓക്കെ. ബീട്രൂട്ട് ആരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തുണ്ടാക്കി കഴിഞ്ഞാലും ഒരു ചെറിയ രീതിയിലൊരു മക്കൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഞാനും അത് പ്രതീക്ഷിച്ചാണ് ഇത് കഴിച്ചത്. പക്ഷേ ഈ തൊടുകറി കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മക്ക് ഒട്ടും തന്നെ ഫീൽ ചെയ്തില്ല. ലൈറ്റായിട്ട് എവിടെ നിന്നൊക്കെയോ ഏശി പോകുന്നുണ്ട്, അത്രയേ ഉള്ളൂ.
എനിക്ക് തോന്നുന്നത് പുളി പിഴിഞ്ഞേക്കണോണ്ടാന്ന് തോന്നുന്നുണ്ട്. ഇതിന് അങ്ങനെ ഒട്ടും തന്നെ നമുക്കങ്ങനെ കുത്തല് പോലെ മക്കോ അങ്ങനെ ഒന്നും തന്നെ ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ തൊടുകറി ഇഷ്ടമായി. ഇത് ശരിക്കും തൊടുകറി ആയിട്ടാണ് കഴിക്കണത്, നമ്മുടെ ഇഞ്ചിപ്പുളിയൊക്കെ പോലെ. അത് വെച്ച് ആ ഒരു പുളിരസമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് ഇഷ്ടമായി കേട്ടോ. ബീട്രൂട്ട് പച്ചടിയോ ബീട്രൂട്ട് മെഴുക്കുവരട്ടിയോ ബീട്രൂട്ട് ക്യാരറ്റ് മെഴുക്കുവരട്ടിയോ ഒന്നും എനിക്ക് അത്ര വലിയ ഫേവറേറ്റ് കറികളല്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഫാർ ബെറ്റർ ആയിട്ടാണ് ഇത് തോന്നിയത് കേട്ടോ.